ജയപ്രകാശിൻ്റെയും രശ്മിയുടെയും കല്യാണം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. ഈ പ്രായത്തിൽ കല്യാണം കഴിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രശ്മിയുടെ മക്കൾ തന്നെയാണ് ഈ ഒരു കല്യാണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അമ്മ ഒറ്റയ്ക്കാണ്, അതുകൊണ്ടാണ് ഇത് കണക്കൊരു കല്യാണം നടത്താമെന്നുള്ള രീതിയിലൊക്കെ തീരുമാനിച്ച് അങ്ങനെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തൊട്ടേ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഈ ഒരു ജയപ്രകാശിനും രശ്മിക്കും എതിരെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു രശ്മിയുടെ മോള് ഈ വീട്ടിൽ ചെന്നിട്ടൊരു വ്ളോഗ് പോലെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ രശ്മി ഇതേണൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഭർത്താവ് എനിക്ക് ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല, ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം കുറേയധികം പേര് ഈ എതിരെയൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. എന്താണ് ഭാര്യയെ ഒന്നും കഴിക്കാനൊന്നും അനുവദിക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് ഇങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഫുഡ് പോലും കഴിക്കാനുള്ള ഫ്രീഡം ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് ജയപ്രകാശിനെതിരെയൊക്കെ നെഗറ്റീവായിട്ട് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനിപ്പോൾ റിപ്ലൈ ആയിട്ടാണ് ജയപ്രകാശും രശ്മിയും വന്നേക്കുന്നത്. രണ്ടുപേരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ രശ്മി മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ ഫുഡൊന്നും കഴിക്കാൻ അനുവദിക്കുന്നില്ല, അങ്ങനെയൊന്നുമല്ല. ജയപ്രകാശ് ഉണ്ടെങ്കിൽ ഈ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര മെയിനായിട്ടുള്ളൊരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിപ്സോ കാര്യങ്ങളൊക്കെ അല്ലാതെ കഴിക്കുന്നതിൻ്റെ മാത്രമേ ഉള്ളൂ, അല്ലാതെ എന്നെ ഫുഡ് ഇഷ്ടപ്പെടുന്നതും കഴിക്കാതിരിക്കാനൊന്നും അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. ജസ്റ്റ് ഒരു സ്നേഹത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ മോളെടുത്ത് ആ ഒരു പറഞ്ഞു എന്നുള്ളതേ ഉണ്ട്. അത് ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളെങ്ങനെ ഓരോ കുറ്റങ്ങൾ പറയുന്നത് നിർത്തൂ എന്നുള്ള രീതിയിലാണ് ജയപ്രകാശും രശ്മിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്.